എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പത്തിരിക്കയിലെ ഈ വാർഡ് ഒരു തരത്തിലും ആളുകൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ടിലൂടെ വ്യക്തമാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ 5 വർഷം ഈ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ വൈസ് പ്രസിഡന്റ് കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം SC വിഭാഗങ്ങൾക്ക് ഒരുപാട് ഫണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. അതിൽ ഭരിക്കുന്ന പാർട്ടി അവിടുത്തെ വൈസ് പ്രസിഡന്റ്. എന്നിട്ട് പോലും ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഈ ഒരു കോളനി പ്രദേശത്ത് ഉന്നതി പ്രദേശങ്ങളിലേക്ക് ഒരു കാര്യവും നമുക്ക് ഈ നാടിനകത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഒരു വികസന പരിപാടികളും ഒരു വികസന നേട്ടങ്ങളും എടുത്തു പറയാവുന്ന രീതിയിലേക്ക് അവർ ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ LDF ഇതിന്റെ ഭാഗമായിട്ട് അന്നത്ത് വിജയിച്ചു വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റി. ഈ നേട്ടം നമുക്ക് 5 വർഷം കാണിച്ചു കൊടുക്കണം. കഴിഞ്ഞ 5 വർഷങ്ങളിലെ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിച്ചതിനേക്കാൾ വ്യത്യസ്തമായിക്കൊണ്ട് 5 വർഷം നാടിനകത്ത് ഇടപെടാൻ വേണ്ടി അന്നത്തിന് പറ്റും. ആ രീതിയിലേക്കുള്ള ഇടപെടലും നിങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണം കൊടുക്കണം. നാടിനകത്തുള്ള എല്ലാ മേഖലകളിലും ഇടപെടുമ്പോഴും ഇവിടുത്തെ ഭാഗങ്ങളിലെല്ലാം വികസനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടിയും കൃത്യമായ രീതിയിൽ നേതൃത്വം കൊടുക്കുന്നതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിനകത്തുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഇതിന്റെ ഭാഗമായി വിജയിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിപ്പിച്ചുകൊണ്ട് നാട്ടിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അന്നത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാം.